ഈ കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ സംബൽപൂരിലെ സെമിനാരിയിൽ വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അവിടെ നിന്നും വന്നത്. ഫാദർ ലിനിസ് അച്ഛനെയും സിൽവിൻ അച്ഛനെയും രാത്രിയുടെ മറവിൽ അക്രമികൾ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ദാരുണമായിട്ടുള്ള ഒരു സംഭവം. ബഹുമാനപ്പെട്ട വൈദികർ കേരളത്തിൽ അവർ ചികിത്സയിലാണ്. നമുക്ക് ഒഡീഷയിൽ ഈ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്ന ഒഡീഷയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ്സി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സിസ്റ്റർ ടെസ്സി, സ്വാഗതം. ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഒഡീഷയിൽ സംഭവിച്ചത്. വയോധികനായിട്ടുള്ള ലിനസ് അച്ഛൻ, ഒപ്പം തന്നെ സിൽവിൻ അച്ഛനെ ക്രൂരമായിട്ട് അക്രമികൾ ആക്രമിക്കുന്നു. മോഷണം എന്ന പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങേക്ക് അവിടെ സന്ദർശിക്കാൻ സാധിച്ചുവോ? അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് കഴിഞ്ഞ ആഴ്ച അവിടെ സംഭവിച്ചത്? താങ്ക് യു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒത്തിരി നന്ദി. ഇവിടെ ഒറീസയിൽ ഞങ്ങളിപ്പോ കഴിഞ്ഞ 3 വർഷമായിട്ട് 2023 തൊട്ട് എല്ലാ മെയ് മാസം അഥവാ ഈ പൂജാ വെക്കേഷന്റെ സമയത്ത് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇപ്പോ എവിടെയെങ്കിലും ഒരു കളവ് നടക്കുക, എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുക എന്ന്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സത്യത്തിൽ അഥവാ കാത്തലിക് കണക്റ്റിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയായിരുന്നു. ഈ സംഭവം നടന്നതിന് തലേ ദിവസം ഞാൻ സംബൽപൂർ ഡയസിസിലെ വേറൊരു റെഡാക്കോൾ എന്ന് പറഞ്ഞ ഒരു റെഡാക്കോൾ എന്ന് പറഞ്ഞ ഒരു പാരിഷ് വിസിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഞങ്ങൾ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ട് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല, നല്ല സുഖമല്ലേ, തണുപ്പുണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു, ഇല്ലില്ല, കൊള്ളക്കാരി ഏത് സമയം എപ്പം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അതിനെക്കുറിച്ച് കുറെ വിശദമായിട്ട് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നും എന്തുമാത്രം ഭയാനകമാണ് എന്നതിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഈ കൊള്ളക്കാരും ഈ കക്കാൻ വരുന്നവർ അവര് വളരെ ഹാർഷായിട്ടാണ് ഈ അച്ഛന്മാരെ ബീറ്റിംഗ് ചെയ്യുന്നത്. വലിയ കമ്പിപ്പാരയും വലിയ വടിയൊക്കെ ഉപയോഗിച്ച് അവരെ വളരെ ഇങ്ങനെ ഭയാനകമായ രീതിയിൽ ഉപദ്രവിക്കുന്നു. അത് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. അതുപോലെ ആർക്കാണെങ്കിലും പേടിയുണ്ടാകും. കള്ളന്മാര് കയറുന്നെന്ന് പറഞ്ഞ് തരുന്നേ അതൊരു പേടിയുള്ള സംഭവമാണ്. അപ്പൊ ഇതുപോലെ ബീറ്റിംഗ് അപ്പ് അതൊരു പേടിപ്പെടുന്ന ഒരു സംഭവമാണ്. പോരാഞ്ഞതിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് റിപ്പീറ്റ്ലി ഹാപ്പനിങ് എല്ലാ വർഷത്തോളം. ഇപ്പൊ 2023 കഴിഞ്ഞിട്ട് ഇപ്പൊ 25-ലെത്തിയപ്പോഴത്തേന് ഇപ്പൊ 6 വട്ടം ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഭയാനകപരമായ സംഭവമാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അപ്പോ ഞാൻ ഈ സംഭവം നടന്നതിന്റെ ഒരു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കുച്ചിന്റെ സന്ദർശിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടി. അതിനു മുമ്പ് ഞാൻ സംബൽപൂർ ബിഷപ്പ് ഹൗസിലായിരുന്നപ്പോൾ ബിഷപ്പ് നിരഞ്ജൻ സ്വാൽ സിംഗിനോട് ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അതൊരു ഭയാനകമായ സംഭവം തന്നെയാണ്. ഇതിനു മുമ്പിൽ ഇതിന്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മേക്ക് എ സെൻസ് ഓഫ് ഫിയർ, ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ. ഇതുപോലെ ബീറ്റപ്പ് ചെയ്യുന്ന കള്ളന്മാർ വന്ന് കട്ടെടുത്തിട്ട് പോയാൽ പോരെ, എന്തിനാണ് ഇതിന് മാത്രം ബീറ്റിംഗ് അപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന എന്തിന്? ഒരു ചെറിയൊരു ഹൗസിൽ കയറിയിട്ട് ഇത്രമാത്രം വലിയ തല്ലിപ്പൊട്ടിക്കാൻ മാത്രം വലിയ പെട്ടിയോ അതുപോലെ സേഫുകളൊന്നും ഇല്ല അവിടെയൊക്കെ. ഇതിപ്പം കള്ളന്മാരൊക്കെ കയറിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ്. ഒരു 2 ചവിട്ട് കൊടുത്താൽ തുറക്കാവുന്ന പോലത്തെ ഡോറുകളൊക്കെ ഉള്ളൂ. പെർഹാപ്സ് അത്രയൊക്കെ ഞങ്ങൾക്ക് ടെക്നോളജിക്കലി അത്രയൊക്കെ ഞങ്ങളുടെ ഒരു നോർമലി നോക്കുമ്പോൾ ഹൗസിലൊക്കെ അങ്ങനത്തെയൊക്കെയാണ് സാധാരണ ഉള്ളത്. ഇതൊന്നും ഒരിക്കലും ഒരു തെഫ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള ബിൽഡിങ്സോ ഒന്നുമല്ല. അപ്പൊ ആർക്കും കയറി വരാം, ഏത് ബിൽഡിങ്ങും തുറക്കാം. അത്ര ഒരു ലളിതമായിട്ട് ചെയ്യാവുന്ന പ്രവർത്തിക്ക് വേണ്ടി എന്തിനാണ് ഇത്രമാത്രം 2-3 മണിക്കൂർ ആൾക്കാരെ ഇട്ട് അടിക്കുന്നതും അതുപോലെ ഒരു ഭയാനകമായ സീൻ ക്രിയേറ്റ് ചെയ്യുന്നതും? ഓക്കെ, അപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഭയം ജനിപ്പിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. വളരെ
കാൽക്കുലേറ്റഡ് ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരം ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെ, വൈദികർക്ക് നേരെയൊക്കെ റിപ്പീറ്റ് ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്തായിരുന്നു? പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള റെസ്പോൺസ് എന്തായിരുന്നു? ആ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ പോലീസ് പെട്രോളിംഗ് ഒക്കെ രാത്രികാലങ്ങളിൽ ഊർജിതപ്പെടുത്തണം എന്നൊരു ആവശ്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനോടൊക്കെ അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഒത്തിരി കുഗ്രാമങ്ങളാണ്. ഇപ്പോ ഈ കുച്ചിണ്ട ഇത് 6ാമത്തെ സംഭവമാണ്. വേറെയും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊക്കെ അറിയുന്നില്ല. ഒന്ന് അറിയുന്നില്ലാത്തതിന് ഒന്നാമത്തെ കാരണം നമ്മളതുപോലെ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. വേറെയും സ്ഥലത്തൂടെ കള്ളന്മാര് കയറുന്നുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ പുറം ലോകം അറിയുമ്പോഴത്തേനും മാസങ്ങൾ എടുത്തിരിക്കാൻ ചില സമയങ്ങളൊക്കെ. ഈ ഏറ്റവും ആദ്യം ആൾക്കാരുടെ നോട്ടീസിലെത്തിയ സംഭവമായിരുന്നു ഒരു അമ്പിളിക്കാമാൻ എന്നുള്ള ഒരു ഇടവക. അത് സമ്പൽപൂർ രൂപതയുടെ ഒരു വളരെ വളരെ ഇൻസൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന് തൊട്ടടുത്തൊന്നും വീടുകളില്ല. ആകെയുള്ളത് പാരിഷ് കോമ്പൗണ്ട്, പിന്നെ അവിടെ കുറച്ച് സ്കൂളുണ്ട്. സ്കൂളില് കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരായിരിക്കും. പിന്നെ ആ പള്ളിയുടെ കൈക്കാരനായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന 1-2 പേര്, ഡ്രൈവറിന്റെ വീടോ അങ്ങനെ 1-2 വീടോ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടാകും. അവര് സമ്മർ വെക്കേഷന്റെ സമയത്ത് അവർ വീട്ടിലൊക്കെ പോകും. അപ്പൊ ഇതൊക്കെ ഒരു കാടിനുള്ളിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം കിലോമീറ്ററോളം ദൂരം ഒരു വീടുകളോ ഒന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ഒരു ഏരിയ ആയിട്ട് വരും. ഇപ്പൊ ഈ അമ്പിളിക്കാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ കോൺവെന്റും ഉണ്ട്. അത് പറയപ്പെടുന്ന അന്ന് രാത്രി ഈ കള്ളന്മാര് അവിടെ പോയിട്ട് ഞങ്ങളുടെ കുക്ക് ഗേൾ കിടക്കുന്ന റൂമിന്റെ അവിടെ പോയി മുട്ടി നോക്കി. എന്നപ്പം അവള് കേട്ട് പേടിച്ച് തുറന്നില്ല. അവള് പോയി സിസ്റ്റേഴ്സിനെ വിളിച്ചു. എന്നിപ്പോ സിസ്റ്റേഴ്സ് കേട്ടു, പക്ഷെ അവർ ശബ്ദം കേട്ടുകൊണ്ട് അവർ തുറക്കാനൊന്നും നിന്നില്ല. നേരത്തിന് അവർക്ക് കേൾക്കാൻ പറ്റി, അവരിങ്ങനെ നടന്നു പോകുന്ന പോലെയൊക്കെ. പക്ഷെ ഇത് മിഡ് നൈറ്റ് ആണ്. ഇതുപോലെ വലിയ ലൈറ്റോ വെട്ടവോ സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് കാട്, ഇത് ആനയൊക്കെ ഇറങ്ങുന്ന പോലത്തെ കാടുകളൊക്കെയാണ് ഇതൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ മിഷണറീസ് ഒക്കെ പോയിട്ട് അവിടെ പള്ളികളൊക്കെ സ്ഥാപിച്ച് അവിടെ പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒത്തിരി പിള്ളേരൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോ അവിടേക്ക് ഒരു പെട്രോളിംഗ് എന്നൊക്കെ പറയുക എന്നുള്ളതും, അല്ലെങ്കിൽ പോലീസ് റെഗുലർ ഒരു മോണിറ്ററിംഗ് ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കൊരു ഇച്ചിരി ലക്ഷറിയസ് എന്ന് തോന്നിക്കും. കാരണം പ്രാക്ടിക്കൽ അല്ല ഒരു കണക്കിന്. പിന്നെ നമ്മൾ പറയാം എന്തുകൊണ്ട് CCTV ഒക്കെ വെച്ചില്ലെന്ന്. ചില നേരത്ത് കറണ്ട് പോലും അവിടെ കാണത്തില്ല. ഇപ്പൊ ഒരു CCTVക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തിനൊരു ഒരു പമ്പ് കേടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ റിപ്പയർ ചെയ്യാൻ പോലും ചിലപ്പം ആഴ്ചകൾ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അവിടെയാണ് നമ്മളൊരു CCTVയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ചിന്തിക്കേണ്ടതുണ്ട് എന്തുമാത്രം പല കാര്യങ്ങളും കൂടെ പുറകോട്ടാണ് ചില ഭാഗങ്ങൾ എന്നുള്ളത്. അപ്പൊ ഇവിടെ അച്ഛന്മാരാണേലും പോലീസ് കേസ് കൊടുക്കുന്നു, പോലീസ് വരുന്നു, അവര് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, വീണ്ടും വീണ്ടും ബിഷപ്പ് അവരെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. ബട്ട് ഇന്നുവരെ കാര്യങ്ങൾക്കൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പൊ 2023 സംഭവിച്ചത് അവിടെ എന്ത് സംഭവിച്ചെന്ന് ഇതുവരെയായിട്ട് ആരും പിടിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ ഒരു കണക്കിന് വളരെ ഈസി ആയിട്ട് നോക്കി നടക്കാനേ ഉള്ളൂ. കുറച്ചുപേരെ ഇതിന്റെ ഒരു സ്നിഫർ ഡോഗിനെ കൊണ്ടുവരുവാണെങ്കിലും, അല്ലെങ്കിൽ അത് ഒരു കുറച്ചും കൂടെ വിപുലമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമായിരുന്നെങ്കിൽ പിടിക്കപ്പെടാമായിരുന്നു. കാരണം ഇവർ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ അച്ഛന്മാരോട് ഫാദർജി മാഫ് കർണ എന്നൊക്കെ പറയുമ്പോ അത് സൗണ്ട് കൊണ്ടും എന്തൊക്കെയും കൊണ്ട് നമുക്ക് ആൾക്കാരെ വേണമെങ്കിൽ തിരിച്ചറിയാം. അതുപോലെ അവിടെ വെച്ചേക്കുന്നത് വൈനാണ്, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹോളി വാട്ടർ ആണ്, അത് അത് പൂജയ്ക്ക് വേണ്ടി വെക്കുന്ന സാധനമാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ലോക്കൽ കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പോലീസോ ഇതുവരെ അധികാരികളൊന്നും ഇതുവരെയായിട്ട് കൾപ്രിറ്റ്സിനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ഭയാനകമായിട്ടൊരു നമ്മൾ കാണുന്ന സംഭവം. പിന്നെ ഇതിപ്പം ഒരു ചിലപ്പോൾ തോന്നാറുണ്ട് അതൊക്കെ ഒരു കള്ളന്മാർക്ക് കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് പോലെ ആയിരിക്കും. ഇപ്പം എല്ലാ വർഷവും നമുക്കിത് വി ക്യാൻ കണ്ടിന്യൂ ടു ഡു ഇറ്റ് എന്നുള്ള മട്ടിലാണ് ഇപ്പം കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിസ്റ്റർ, ഈ സാധാരണ മോഷണ ശ്രമം മോഷ്ടാക്കൾ ടാർഗറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പൈസ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ സംഭവം നടക്കുന്നു. അപ്പോൾ ഈ മോഷണ ശ്രമത്തിനോടൊപ്പം തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്? അതായത് റിലീജിയസ് വസ്തുക്കൾ ഡെസിഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വൈദികരും
സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന മിഷൻ ശുശ്രൂഷകൾക്കെതിരെ ഒരു ഭീഷണി നടത്തുക, അത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്കുകൾ, ആക്രമണങ്ങൾ, ശൈലികൾ ഈ പറയുന്ന കൊള്ളക്കാർ എന്ന പേരിൽ വരുന്ന അല്ലെങ്കിൽ മോഷ്ടാക്കൾ എന്ന പേരിൽ വരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ആ അതിനെക്കുറിച്ച് നമുക്കൊരു കംപ്ലീറ്റ് ടോട്ടൽ ആംഗിൾ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. കാരണം ഒരു ഡെസ്കറേഷൻ പാർട്ടായിട്ട് എന്തെങ്കിലും ഹോളി ആർട്ടിക്കിൾ തകർക്കുക, അല്ലെങ്കിൽ ഈ കള്ളശ്രമങ്ങൾ ഒന്ന് വേറെ, അല്ലാത്ത മറ്റേ ഈ ഹോളി പ്ലേസിന്റെ കാര്യങ്ങൾ തകർക്കുന്നത് അത് വേറെ. ഇന്നലെ വേറെ ഒരു സ്ഥലത്ത് ഇവിടെ ഒറീസയിൽ തന്നെ കഹുപ്പാനി എന്ന സ്ഥലം, അത് റൗർക്കേല ഡയസിന്റെ കീഴിൽ വരുന്നതാണ്. ഒരു കഹുപ്പാനി എന്ന സ്ഥലത്തെ അവരുടെ ഒരു സബ്സ്റ്റേഷനിൽ അവർ സ്ഥാപിച്ച ഒരു ഗ്രോട്ടോ, മാതാവിന്റെ ഗ്രോട്ടോ, ഈ കഴിഞ്ഞ ഏപ്രിൽ അവർ സ്ഥാപിച്ചതാണ്. ഇന്നലെ 2 ദിവസം മുമ്പ് ആരോ ആന്റി സോഷ്യൽ എലമെന്റ്സ് ആയിരിക്കാം, അവർ പോയിട്ട് അത് മുഴുവൻ കത്തിച്ചു കളഞ്ഞു. അതൊക്കെ ഒരു ക്ലിയർ ഡയറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഒരു കൈൻഡ് ഓഫ് റിലീജിയസിനോടുള്ള ഇൻടോളറൻസ് അവിടെ കാണിക്കുന്നു എന്നുള്ളത്. പക്ഷെ വേറെ ഇങ്ങനത്തെ ഈ കവർച്ചക്കാരില് ആ ഒരു ആംഗിൾ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഈ കൊച്ചിന്റെ സംഭവം നടന്നപ്പോ അവിടെ അച്ഛനോട് ചോദിച്ചു എവിടെ നിന്നുള്ളതാന്ന്, വേഗം തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. പിന്നെ അതിനു മുമ്പ് ഇവിടെ ബെരാപൂർ ഡയസിസിൽ അവിടെ അച്ഛന്മാരും വേറൊരു ഇൻസിഡന്റിൽ വെച്ച് അവരെ അച്ഛന്മാരെ അടിക്കാനും പോലീസ് അടിക്കാൻ വന്നപ്പോ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നുള്ളവരാണെന്ന്. അതായത് ഒരു ഇൻഡയറക്റ്റ് ഒരു ഹിന്റ് തന്നെയാണ് ഇത് തരുന്നത്. ഒരു റിലീജിയസ്, നിങ്ങൾ മിഷണറീസ്, നിങ്ങളുടെ ആവശ്യം ഇവിടെ എന്തിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് എന്നുള്ളതിന്റെ ഒരു നമുക്ക് തരുന്ന ഒരു ഹിന്റ് ആണ്. നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ അതിന്റെ വായിച്ചെടുക്കേണ്ടത്. അഥവാ ഇപ്പം ഇതെല്ലാവരും മിഷണറീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സും അല്ല. ഇപ്പോ അംബ്ലിക്കാമാൻ അഥവാ ജരാബഹാൽ എന്ന സ്ഥലത്തൊക്കെ സംഭവിച്ചപ്പോ അവിടുത്തെ ലോക്കൽ അച്ഛന്മാർ തന്നെയായിരുന്നു ബീങ് ബീറ്റൺ അപ്പ്, അവരെയാണ് അടിച്ചത്. അപ്പോ ഇത് മിഷണറീസ് ഫ്രം ഔട്ട്സൈഡ് മാത്രമല്ല ഇവർ ടാർഗറ്റ് ആക്കുന്നേ, ആരും ഒരു റിലീജിയസ് ക്രിസ്ത്യാനിറ്റി, ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് എന്ന പോലെയാണ് കാണുന്നത്. നിങ്ങൾ ക്രിസ്ത്യാനികൾ, ഈസായിസ് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട എന്നായിരിക്കും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷൻ, ഒപ്പം തന്നെ സിസ്റ്റർ എത്ര വർഷമായിട്ട് അവിടെ ഒഡീഷയിൽ ശുശ്രൂഷ ചെയ്യുന്നു, ആ ശുശ്രൂഷകളെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സിസ്റ്റർ ടെസ്സി, പറഞ്ഞ പോലെ ഞാൻ മിഷണറി സിസ്റ്റേഴ്സ് സെർവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, മലയാളത്തിൽ പറയുവാണെങ്കിൽ പരിശുദ്ധാരൂപിയുടെ ദാസികൾ എന്ന കോൺഗ്രിഗേഷനിലെ അംഗമാണ്. ഒറീസയിൽ ഞാൻ വന്നിട്ട് 2005 ഞാൻ എന്റെ പ്രൊഫഷൻ കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് അപ്പോയിന്റഡ് ആയിരുന്നു. അന്ന് തൊട്ട് ഒറീസ പ്രോവിൻസിന്റേതായിട്ട് ഒറീസയിലും ഈ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലുമായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും ഈ സാമ്പൽപൂർ, റൗർക്കേല ഡയസിസ് രൂപതകളിലെ കീഴിലായിരുന്നു. അവിടെ കൂടുതൽ ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്, സോഷ്യൽ സർവീസ് സെന്ററുകളുണ്ട്, ഹോസ്പിറ്റൽ ഒന്നുണ്ട്, ബാക്കിയെല്ലാം ഈ ഹെൽത്ത് സെന്റേഴ്സ്, ക്ലിനിക്സ് അങ്ങനെയുണ്ട്. അപ്പോ എന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ ഞാനൊരു സ്കൂളിൽ മീഡിയ ലെവൽ ഇൻവോൾവ് ആയിരുന്നു. കൂടാതെ ഞാൻ എന്റേതായ റീലിൽ ഫ്രീലാൻസിങ് ചെയ്യുന്നു. കൂടുതൽ മീഡിയ എഡ്യൂക്കേഷൻ ആയിട്ട് മീഡിയ ക്ലാസ്സുകൾ നടത്താനും കോൺഷ്യന്റൈസേഷൻ ഇൻ ദ വില്ലേജസ് കൂടെ പോയി നടത്തുന്നു, അവയർനെസ് പ്രോഗ്രാംസ് സ്പെഷ്യലി അബൌട്ട് മീഡിയ. ത്രൂ മീഡിയ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതലൊരു ഔട്ട്റീച്ച് പ്രോഗ്രാംസിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ കറന്റ്ലി മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ഞാൻ PhD ചെയ്യുന്നു, സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, യൂണിവേഴ്സിറ്റി ഭുവനേശ്വറിൽ. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഒറീസ ബിഷപ്പ് കൗൺസിലിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, എക്സലന്റ് IAS അക്കാഡമി എന്നുള്ളത്. അവിടെ നമ്മൾ കൂടുതലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, സിവിൽ ആൻഡ് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യലി പൂർ ആയിട്ടുള്ളതും SC/ST പോലെയുള്ള സമുദായത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു IAS കോച്ചിങ് സെന്റർ റൺ ചെയ്യുന്നു. അവിടെ ഞാനിപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ, എല്ലാ പ്രാർത്ഥനകളും സിസ്റ്റർ. തീർച്ചയായിട്ടും ഒത്തിരിയധികം ഭീഷണികൾ, പ്രതിസന്ധികൾ അവിടെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വൈദികർക്കും സന്യസ്തർക്കും നേരിടേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. പ്രാർത്ഥനകൾ കൂടെയുണ്ട്, എല്ലാ പിന്തുണകളും കൂടെയുണ്ട്. ധൈര്യത്തോടു കൂടി തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ പ്രാർത്ഥനകളും പിന്തുണകളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അങ്ങയുടെ വിലയേറിയ സമയം, പ്രത്യേകിച്ച് ആ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ ഷെക്കിന ന്യൂസിന് പങ്കുവയ്ക്കുന്നതിനൂടെ അങ്ങയുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന്
പ്രത്യേകം നന്ദി. താങ്ക് യു.